പൊതുവേ ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ കൂടുതൽ പേരും എനിക്ക് പരിചയമുള്ള കുറേ രാഷ്ട്രീയ പ്രവർത്തകർ ഒരുപാട് സിനിമ കാണുന്നവരാണ്. ഇപ്പോൾ VM സുധീരൻ അങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്കറിയാം, കണ്ട് സിനിമ കണ്ട് വിളിക്കുകയൊക്കെ ചെയ്യും. സാറ് സിനിമ കാണാറുണ്ടോ? എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമാണ്, പക്ഷേ കാണാൻ വളരെ വളരെ സമയം കിട്ടാറില്ല, അതൊന്നും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങൾ കല്യാണമൊക്കെ കഴിച്ച ആ സമയത്തൊക്കെ ഭാവിക്ക് സിനിമ കാണാൻ ഇടയ്ക്ക് നിർബന്ധിക്കും, ഞാൻ പോകാൻ തീരുമാനിക്കും. പക്ഷെ അന്ന് ഞാൻ തൊഴിൽ വകുപ്പിൻ്റെ മന്ത്രിയാണ്. പക്ഷേ രാവിലെ വെക്കുന്ന കോൺഫറൻസ് ഉച്ച കഴിഞ്ഞും വെക്കുന്നു, ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ രാത്രി വെക്കുന്നു. അപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പോലും പലപ്പോഴും ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരും. അപ്പം പിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ സമയം ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാത്ത, മുൻകൂട്ടി കാണാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രോഗ്രാം, പ്രത്യേകിച്ച് ഈ തൊഴിൽ മന്ത്രി കൂടി ആയിരുന്നുകൊണ്ട്. പക്ഷേ ഒരു ദിവസം പോയി സിനിമ കണ്ടതോടുകൂടി പിന്നെ സിനിമ എന്ന് പിന്നെ പറയത്തില്ല. കാരണം അന്ന് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ പിന്നെ കുടിച്ചേച്ച് വന്ന് എൻ്റെ അടുത്തോട്ട് വന്നിരുന്നു. ആൾ വരവും പോക്കും ഒക്കെ കണ്ടാലൊരു ഇത് തോന്നും. പക്ഷേ പുള്ളി പിന്നെ ഈ മദ്യത്തിൻ്റെ ആ ലഹരി വന്നിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഭാവി അങ്ങ് പേടിച്ചു പോയി. അപ്പം പിന്നെ സിനിമയ്ക്ക് വരണമെന്നുള്ള ആവശ്യം വലുതായിട്ട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ 10-15 വർഷമായിട്ട് എനിക്ക് സിനിമ കാണണമെന്നില്ല, ഞാൻ തിയേറ്ററിൽ പോകത്തില്ല, സിനിമയും കാണത്തില്ല, TV പോലും കാണത്തില്ല, ടെലിവിഷനും വളരെ ചുരുക്കമായിട്ട് കണ്ടാൽ എനിക്ക് പിന്നെ മനസ്സിലൊരു പ്രയാസമാണ്. ഇപ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പോൾ സാറിൻ്റെ അടുത്ത്, സാറ് മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ സാർ ഇത്രയും വലിയ ജനനേതാവായിരിക്കുന്ന സാറിൻ്റെ അടുത്ത് തിയേറ്ററിൽ വന്നിട്ടൊരു മദ്യപാനി ഇങ്ങനെ ബഹളുണ്ടാക്കിയപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ തിയേറ്ററിൻ്റെ സംസ്കാരം. ഞാൻ വെറുതെ ചോദിക്കണം, ആ സിനിമ ഏതാണെന്ന് സാറിന് ഓർമ്മയുണ്ട്? കണ്ട പടത്തിൻ്റെ പേര്? അല്ല, വൈഫിനോട് ചോദിക്കരുത്, സാറിന് ഓർമ്മയില്ല? എനിക്ക് ഓർമ്മയില്ല. കൂട്ടത്തിലൊരു കുസൃതി ചോദ്യം ചോദിക്കണം. സാർ പലപ്പോഴും പല ഉത്തരങ്ങളിൽ നിന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോഴാണ് ഒഴിഞ്ഞു മാറാറുണ്ട്. ഇത് ഒഴിഞ്ഞു മാറില്ലെങ്കിൽ മമ്മൂട്ടിയാണോ മോഹൻലാലിനാണോ ഏറ്റവും ഇഷ്ടം സാറിന്? എനിക്ക് രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുണ്ട്. രണ്ടുപേരുടെയും അഭിനയം അവരവരുടേതായ ശൈലി അനുസരിച്ച് താല്പര്യം ഉളവാക്കുന്ന ഇതാണ്. അവിടെ സാർ ഒഴിഞ്ഞു മാറിയണ ഒരു ഉത്തരം പറയുന്നില്ല. ഏതായാലും അത് ചോദിക്കുന്നില്ല, അത് ചോദിക്കുന്നത് ശരിയല്ല. കാരണം രണ്ടുപേരും സാറിനായിട്ട് നല്ല ബന്ധമുള്ളതാണ്. സാറ് പാട്ട് കേൾക്കാറുണ്ട്? ഇപ്പോൾ സിനിമ കാണുന്നില്ല, പക്ഷേ പാട്ട് കേൾക്കാറുണ്ട്? എനിക്ക് പാട്ട് കേൾക്കാൻ വലിയ താല്പര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ സമയത്തിൻ്റെ ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് എനിക്കങ്ങനെ അധികം സമയം കിട്ടത്തില്ല. യോഗങ്ങളിലൊക്കെ പോയാലും ഞാൻ പിന്നെ എൻ്റെ പരിപാടി കഴിഞ്ഞ് അന്നേരം പോരാനിങ്ങനെ ശ്രമിക്കുന്നതുകൊണ്ട് പാട്ടും ഒക്കെ ഉള്ള യോഗങ്ങൾ തന്നെ കുറച്ചൊരു അവസാന ഘട്ടത്തിലൊക്കെ ആയിരിക്കും പാട്ടുമൊക്കെ വരുന്നത്. അതങ്ങോട്ട് അധികം. ചേച്ചി പാട്ട് കേൾക്കാറുണ്ട് വീട്ടിൽ? കല്യാണം കഴിച്ച ഇടയ്ക്ക് പാട്ട് കേൾക്കുമായിരുന്നു, പാട്ട് ഇഷ്ടമായിരുന്നു, കോളേജ് പോയാലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 10-15 വർഷമായിട്ട് ഇതെല്ലാം ഇങ്ങനെ ഡിവോഷണൽ സോങ്സ് മാത്രമേ ഇപ്പോൾ കേൾക്കാറുള്ളൂ, പാടാറുള്ളൂ. നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ പാട്ടിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണോ ONV സാറ്, സാറിന് അറിയാലോ, വലിയ കവിയും ഗാനരചയിതാവൊക്കെയാണ്. അദ്ദേഹം സാറിനെ കുറിച്ച് പറഞ്ഞൊരു ക്ലിപ്പിംഗ് ഉണ്ട്. ONV സാറിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ആത്മാവ് എന്നത് വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യം വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുന്നു, കൈകാര്യം ചെയ്യുന്നു എന്നത് അതിലേറെ പ്രധാനമാണ്. ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം എതിർദിശയിൽ നിൽക്കുമ്പോൾ പോലും ഒരു ബഹുമാനം ഉളവാക്കത്തക്ക തരത്തിൽ വ്യക്തി സൗഹൃദങ്ങൾക്ക് കുലീനതയും അതിൻ്റേതായ ഒരു പവിത്രതയും കൽപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മലയാള ഭാഷ ഒന്നാം ഭാഷയാക്കി തീർക്കണം എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോടും അടൂർ ഗോപാലകൃഷ്ണനും സുഗതകുമാരിയും ഞാനും കൂടി ഒരു നിവേദനം കൊടുത്തപ്പോൾ അത് നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പെട്ടെന്ന് തന്നെ പറയുവാനുള്ള ആർജവം അദ്ദേഹം കാണിക്കുകയുണ്ടായി.
ഇപ്പോഴും അത് ശരിക്കും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് ശ്രീ ഉമ്മൻചാണ്ടിയോട് യാതൊരു കാലുഷ്യവും തോന്നിയിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ലെന്ന് എനിക്കറിയാം. കാരണം അതിനു മുമ്പും അന്നത്തെ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനുമായി കേരളത്തിലെ ഏതാനും എഴുത്തുകാരും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എം.എ. ബേബിയുമൊക്കെയായിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങളോടൊപ്പം വന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം മലയാള ഭാഷയെ സംബന്ധിച്ച് അതിൻ്റെ അന്തസ്സും പദവിയും അതിൻ്റെ ശ്രേഷ്ഠമായ മാന്യമായ പദവിയും ഉയർത്തുന്നതിൽ വേണ്ട ആത്മാർത്ഥതയും തെളിയിച്ച ഒരാളാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോടുമായി പല കാര്യങ്ങളിൽ വിയോജിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരിക്കൽ എഴുത്തച്ഛൻ അവാർഡ് വാങ്ങാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി പങ്കെടുത്ത തൃശ്ശൂരെ ഒരു യോഗത്തിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു, മാസ്റ്റർക്ക് എവിടെയാണോ ഇത് കൊണ്ടുതരേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ സുകുമാർ അഴീക്കോട് ചിരിക്കുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ എതിർദിശയിൽ നിൽക്കുന്നവരെ ബഹുമാനിക്കുവാനും അവരെ ശരിക്കും മനസ്സിലാക്കുവാനും മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനിക്കുവാനും കഴിയുക എന്ന അപൂർവമായ ഒരു ഭംഗി രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ളവരിൽ ശ്രീ ഉമ്മൻചാണ്ടിക്കുണ്ട് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഒ എൻ വി കുറുപ്പ് സാറ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പ്രധാനമന്ത്രിയെ കണ്ടു കൊടുത്തു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും അതിശക്തമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഒരു കമ്മിറ്റിക്ക് അവസാന ഘട്ട പരിശോധനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു തീരുമാനമാകും എന്ന പ്രതീക്ഷയാണുള്ളത്.